1/x = 10 ആയാൽ 1/x+1 വില കാണുക. 1/x = 10 നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ കാണേണ്ടതോ 1/x+1 വിലയാണ്. ഇതെടുക്കുക. 1/x = 10 എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 10/1 എടുക്കാം. 1/x = 10 എന്ന് പറഞ്ഞാൽ 10/1. ഇതൊരു സമവാക്യമാണ്. ഒരു സമവാക്യത്തിൻ്റെ ഇടതുവശത്ത് എന്ത് ചെയ്താലും അത് വലതുവശത്ത് ചെയ്താൽ മതി. ഒരു സമവാക്യത്തിൻ്റെ ഇടതുവശത്ത് എന്ത് ചെയ്താലും അതുപോലെ വലതുവശത്ത് ചെയ്യണം. ഇവിടെ നമ്മൾ റെസിപ്രോക്കൽ എടുക്കുക. ഇതിൻ്റെ വിക്രമം എടുക്കുക. എന്ത് വരും? x/1. അപ്പോൾ ഇവിടെയും റെസിപ്രോക്കൽ എടുക്കുക. എന്ത് വരും? 1/10. x/1 എന്ന് പറഞ്ഞാൽ എന്താ? x ആണ്. x/1 എന്ന് പറഞ്ഞാൽ x = 1/10 നമുക്ക് കിട്ടി. എക്സിൻ്റെ വില കിട്ടി 1/10. ആ എക്സിൻ്റെ വില ഇവിടെ വില കൊടുക്കുക. ഇതിൽ ഈ എക്സിൻ്റെ വില ഇത് കൊടുക്കുക. അപ്പോൾ എന്തായി? 1/x പകരം എന്താ എഴുതുക? 1/10. 1/10 പിന്നെ +1. അപ്പോൾ 1/ ഇത് കൂട്ടണം. ഇതെങ്ങനെയാണ് കൂട്ടുക? ഇത് കൂട്ടാൻ ഈ 1 അതുപോലെ എഴുതുക. 10 കൊണ്ട് 1 ഗുണിക്കുക. 1 അതുപോലെ എഴുതുക. പ്ലസ് 10 കൊണ്ട് 1 ഗുണിച്ചാൽ 10 ഈ ഛേദമായ 10 പൊതുഛേദമായിട്ട് എഴുതുക. ഈ ഛേദമായ 10 കോമൺ ഡിനോമിനേറ്റർ എഴുതുക 10. അപ്പോൾ 1/ ഇത് കൂട്ടുമ്പോൾ 11/10. 1/11/10. അതായത് 1നെ നമ്മൾ 11/10 കൊണ്ട് ഹരിക്കണം. 1നെ 11/10 കൊണ്ട് ഹരിക്കണം. ഹരിക്കുക പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഏതുകൊണ്ട് ഹരിക്കണോ അതിൻ്റെ വിക്രമം കൊണ്ട് ഗുണിക്കണം. ഹരിക്കുക പറയുമ്പോൾ ഏതുകൊണ്ടാണോ ഹരിക്കണത് അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 1 ഇടുക. ഏതുകൊണ്ടാണ് ഹരിക്കണത്? 11/10 കൊണ്ട്. അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 10/11. 1 കൊണ്ട് 10/11 ഗുണിച്ചാൽ എന്താ വരിക? ഉത്തരം 10/11.